ഹായ്, ഇത് നമ്മുടെ ചേർത്തല നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ എലിവേഷനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒരു എലിവേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓണേഴ്സിൻ്റെ പേര് രത്നാകരേട്ടനും അതേപോലെ ആശ ചേച്ചിയും. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു വീടാണ് കേട്ടോ. അവർക്ക് മാത്രമല്ല, അവർ രണ്ട് മക്കളുണ്ട്. മൂത്ത ആളുടെ പേര് യദു, എനിക്ക് രണ്ടാമത്തെ മോൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇത് താഴെ ഒരു 1019 സ്ക്വയർ ഫീറ്റാണ്, മുകളിലൊരു 700 അങ്ങനെ മറ്റുമാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ വീട് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ആവാനുള്ള കാരണം നമ്മൾക്ക് ഒരുപാട് അല്ലേ, ഇത് എത്രയും മുന്നേ ചെയ്യേണ്ടതാണ്. പക്ഷേ നല്ല മഴയായിരുന്നു. ഒരാഴ്ച മുന്നൊക്കെ ഈ ഭാഗത്ത് ഭയങ്കര മഴയായിരുന്നു. ആ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഡിലേ ആയി. ഓൾറെഡി അറിയാമല്ലോ, ഞങ്ങളെ വർക്ക് ഇപ്പോൾ വളരെ ഡിലേ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മഴയുടെ പ്രശ്നങ്ങളും ഓരോ സൈറ്റിലും ഓരോ ഇഷ്യൂ കാരണം. പിന്നെ ഈ വീട് ഒരുപാട് ആൾക്കാർ നമ്മളെ പുതിയ സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചിരുന്നില്ലേ, ആ പുതിയ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ വീട് ചെയ്യണത്. അതേപോലെ തോമസേട്ടൻ്റെ വീടിൻ്റെ പ്രൊജക്റ്റും നമ്മുടെ ഇപ്പോൾ അപ്സ്റ്റെയർ തീരാനായി. അതും മഴ കാരണം നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. ചുമര് തീർന്നു. ഇനി മെയിൻ സ്ലാബ് കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പം മഴ ഞങ്ങളുടെ വർക്കിനെ ഇപ്രാവശ്യത്തെ മഴ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഡിലേ ആയിട്ടുണ്ട് വർക്കുകൾ. ഇനി മഴയുടെ കാര്യം പറയുമ്പോൾ ചില ജില്ലയിലുള്ള ആൾക്കാർ വിചാരിക്കുക ഇവിടെ നിന്ന് മഴയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു മാസമാവാനാണ് പോണത്. ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവിടെയും മഴയൊന്നും ഇല്ല. പക്ഷെ കോട്ടയത്തുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂർ ഉണ്ടാവാറുണ്ട്. അവിടെ ഉണ്ടാവും ചില സമയത്ത് മാത്രം. ഇപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത മഴയായിരുന്നു ഈ ഒരു ദിവസം. ഞങ്ങൾ ഈ സൈറ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത ദിവസമാണല്ലേ, അന്ന് ഉച്ച വരെയും കൂടി പണിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ഫുൾ മഴയായിരുന്നു. അപ്പോൾ ഈ റോഡിലൊരു അവസ്ഥ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം. ഇത് നല്ല സൂപ്പർ ഒരു റോഡാണ്. അതായത് നമ്മൾ കോട്ടയത്തു നിന്ന് ചേർത്തല പോവുകയാണെന്നുണ്ടെങ്കിൽ, ചേർത്തല ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ചേർത്തല. അപ്പോൾ ചേർത്തലയ്ക്ക് പോകുമ്പോൾ നല്ല അടിപൊളി പാടങ്ങൾ, ശരിക്കും നല്ല സീനറി ഒക്കെ ആയിട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ ഭയങ്കര മഴയായ കാരണം കൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ചേർത്തല പോകുമ്പോൾ തണ്ണീർമുക്കം ബണ്ട് വഴി ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ പോവുക. അത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ആച്ച ചേച്ചി പറഞ്ഞു അവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാറുണ്ടെന്ന്. അതെന്തിനാണ് ആ ബണ്ട് ഉണ്ടാക്കിയെന്ന് നിനക്കറിയോ? അത് കുട്ടനാട്ടിലേക്ക് നമ്മുടെ കടൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതായത് കൃഷിക്ക് അതായത് വേലിയേറ്റം വരുമ്പോൾ ഈ വെള്ളം ഓവറായിട്ട് ഇങ്ങോട്ട് കയറാണ്ടിരിക്കാനും, അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് കടലത്തെ വെള്ളം അങ്ങോട്ട് കൃഷി സ്ഥലം നശിപ്പിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ബണ്ടിൻ്റെ ഒരു ലെങ്ത്ത് നോക്കിയൊക്കെ ഇപ്പം നമ്മളെ നാട്ടിലുള്ള പല ആൾക്കാരും കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഇത് ഏകദേശം ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉണ്ടായിരിക്കില്ലേ. ഈ 1.5 കിലോമീറ്ററും അതായത് കടലും കായലും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യണം. അതിനാണ് ആ ഷട്ടറുകളൊക്കെ. ഈ ഷട്ടറുകളാണ് ആ സമയമാകുമ്പോൾ അടയ്ക്കണത്. അങ്ങനെ അടയ്ക്കണ സമയത്ത് വേലിയേറ്റം വരുമ്പോൾ ഉപ്പുവെള്ളം ഇപ്പോഴത്തെ സൈഡിലേക്ക് കയറില്ല. കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിലേക്കെല്ലാം ഉപ്പുവെള്ളമാവും, കൃഷി സ്ഥലത്തേക്കെല്ലാം പോവുക. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് ഇല്ലേ. ഇപ്പം നമ്മൾ ഈ കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാ റോഡുകളിലൂടെയും സഞ്ചരിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മളിതൊക്കെ കാണുന്നത്. ഇതൊന്നും കാണാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. കാരണം ഒന്നുമില്ലെങ്കിൽ ഈ പരിസരത്തുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്നേലും അതിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ണൂർ പോകുമ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ച് ടൂറിസ്റ്റായിട്ട് ഒരുപാട് ആൾക്കാർ പോകാറുണ്ട്. പക്ഷെ നമ്മളെ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒന്ന് കയറി നോക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതിലെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോൾ ഇതിലെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മിഡിലായിട്ട് 2 ഐലാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചായ കുടിച്ചിട്ടാണ് പോവാറ്. ചായ ഒന്നും വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും നമുക്ക് ആ മറ്റേ കായലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു വ്യൂ കിട്ടാലോ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാലോ വെച്ചിട്ടാണ് ശരിക്കും പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അതൊക്കെ. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ കയറിപ്പോയി അത് കാണണമെന്നൊന്നും ഫീൽ ചെയ്യില്ല. മറ്റേത് നമുക്കിങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ ഒന്ന് ഇറങ്ങാമെന്നൊരു തോന്നും. അല്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ പറ്റിയ എത്ര സ്ഥലങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ. ഇപ്പോഴും അവിടെ ഫുള്ള് കച്ചറിയും കാര്യങ്ങളും. ഈ കണ്ട സ്പേസിൽ നമ്മൾ കയറിയിട്ട് ചായ കുടിക്കാറുണ്ട്. അതായത് ഒരു 4 ഓല വെച്ചിട്ടുള്ള അല്ലെങ്കിൽ 4 ടാർപ്പായ വെച്ചിട്ടുള്ള കടകൾ. ശരിക്കും അത് തന്നെ ആ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്ത് എന്താണെന്ന് എനിക്കറിയില്ല, അവർക്ക് അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ നടത്തുന്ന കച്ചവടക്കാർക്ക് തന്നെ കുറച്ച് നല്ല രീതിയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണത് ശരിക്കും. ആ കായലിൽ ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിങ്ങൊക്കെ വന്നിട്ട് അതിനോട് ചാരിയിട്ടാണ്
ആ ബോട്ടുകളെല്ലാം പോണത്. പക്ഷെ ആ ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുക, ഇവിടെ 4 ടാർപ്പായ വലിച്ചു കെട്ടിയ ഒരു സ്ഥലമായിട്ടാണ് കാണുക. ഇത് ഞങ്ങളുടെ നാട്ടില് വെറും ഒരു പാടം ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ നാട്ടിൽ പോണ സമയത്ത് ഇതിൽ നമ്മൾ ഇടാം. അത് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തത് ആ ഭാഗത്തു നിന്ന്, അതായത് ഒരു പാടത്തിൻ്റെ നടുക്ക് കൂടി പോയ ഒരു റോഡിൽ തന്നെ ഒരു ചായക്കട അടിപൊളിയായിട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വൈകുന്നേരം ഇപ്പോൾ നടക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ, അതായത് നമ്മളെ കേരളത്തിലെ ടൂറിസ്റ്റുകളെ ബോട്ട് സവാരി കൊണ്ടുപോകുന്ന സ്ഥലമാണ്. പക്ഷേ ആ ബോട്ടിൽ നിന്ന് തിരിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഐലൻഡിൽ കാണുന്നത് 4 ടാർപ്പായും പിന്നെ കുറേ വേസ്റ്റ് ഗ്ലാസും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. ഇനി ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൈസ വേണമെന്ന് ഒരു നിർബന്ധമല്ല കേട്ടോ ഇതൊന്നും ചെയ്യാനായിട്ട്, അല്ലേ? ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് ഒരു 10 വർഷത്തിനോ ഇതിനോ അവർക്ക് ലീസിന് കൊടുത്തു കഴിക്കുകയാണെങ്കിൽ അവർ ചെയ്യും. ഞങ്ങൾ പറയണത് ഈ ഒരു സ്ഥലമൊക്കെയാണ്, നിങ്ങളൊന്ന് നോക്കി നോക്കും. ഇത്രയും നല്ലൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങണ ഒരു വഴിയാണത്. ഇത് കണ്ടോ, ഈ കച്ചറ കിടക്കണുണ്ടോ? എത്രയും ആൾക്കാർ വരുന്നുണ്ട് അവിടെ. അല്ല, ഈ കരിക്കിൻ്റെ വേസ്റ്റ് ഈ പഞ്ചായത്തിന് തന്നെ അവിടെ 10 നല്ലൊരു ഷോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വരുമാനം എന്തായിരിക്കും? ബോട്ട് സഫാരി ഒക്കെ ഉണ്ട് അവിടെ. അതെങ്ങനെ പോകണം ബോട്ട് സഫാരിക്ക്? ഈ കച്ചറേൻ്റെ ഇടയിൽ കൂടി വേണം നുഴഞ്ഞു കൂടാൻ. ഇതിൽ നല്ല അടിപൊളി ഹൗസ് ബോട്ടുകൾ വേറെയും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലം ഇവരൊക്കെ ഇതപ്പോൾ ശരിക്കും പഞ്ചായത്ത് ഇലക്ഷനാണ് പോയോണ്ടിരിക്കണത്, അല്ലേ? ഈ ഇലക്ഷന് നമ്മൾ തിരഞ്ഞെടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇവരെന്താ ചെയ്യണമെന്ന് അവർക്കും അറിയില്ല, ഇതൊക്കെ ആരാ നേരെയൊക്കെ ഉണ്ടെന്ന് നമുക്കും അറിയില്ല. നമ്മളിങ്ങനെ പോവും, വോട്ട് ചെയ്യും, പോരും എന്നല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റോഡിനൊന്ന് പോയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തൊന്ന് ഇറങ്ങി നോക്കി നോക്കും. അതൊരു പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇനി ഒന്നും വേണ്ട, എനിക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എനിക്കൊരു 10 കൊല്ലത്തിനുള്ള ലീസിന് തന്നാൽ മതി. നമ്മളത് നല്ല വൃത്തിയാക്കിയിട്ട് എങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതായത് ഒരു വീട് കയറ്റുന്ന പൈസയും കൂടി വേണ്ട. ഓരോ ആൾക്കാർ ഇപ്പോൾ ഒരു ചെറിയൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് കയറ്റാൻ തന്നെ 20 ലക്ഷം രൂപയൊക്കെ ചിലവാക്കുന്നുണ്ട്. ആ 20 ലക്ഷം വേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈഡിലൊക്കെ ഒന്ന് നല്ല അടിപൊളിയാക്കി ആ റോഡ് ലെവൽ ചെയ്ത് നല്ല നല്ല ഡിസൈനാക്കിയിട്ട് ഇനി ഓല കൊണ്ട് കെട്ടിയാലും മതി. അത് ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ അങ്ങനെയല്ലോ വേണ്ടത്. നാടൻ രീതിയിൽ ആ ചായക്കടകൾ സെറ്റ് ചെയ്താൽ തന്നെ സൂപ്പറായിരിക്കും. അത് നമ്മളെ പണ്ട് കാലത്തുള്ള ചായക്കട വൈബ് അവിടെ കൊടുന്നാൽ മതി. ഈ 4 കാലും കൊത്തിയിട്ട് ടാർപ്പായ മെയിനായിട്ട് ഒരു മുനിസിപ്പാലിറ്റി പഞ്ചായത്തോ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും ഇങ്ങനെ ടാർപ്പായ കുത്തി കെട്ടിയിട്ട് പെർമിറ്റേ കൊടുക്കാൻ പാടില്ല, അല്ലേ? കാരണം ഇത് പുറത്തു നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ കാണുന്നതല്ലേ. ഇനി അതൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫേമസ് NH 66 കൂടിയാണ് നമ്മൾക്ക് ചേർത്തലയ്ക്ക് പോകേണ്ടത്. ഈ കാണുന്ന മറ്റേ അണ്ടർപാസ് റോഡൊക്കെ ഏകദേശം വർഷങ്ങളായിട്ട് ഇതേപോലെ തന്നെയാണ്. അത് ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഞങ്ങളൊരു വീട് വെച്ച് 1 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയ സമയത്തും അതേപോലെ തന്നെ കിടക്കണത്. ഈ NH 66 നല്ല റോഡുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ആ സൈറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി, അതായത് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കണതില്ലേ, ഏകദേശം ഒരു 10-13 കിലോമീറ്ററോളം ഫുള്ള് എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പണിയുന്നുണ്ട്. അതൊക്കെ എന്ന് പണി തീർന്ന് അരൂർ പാലത്തിൻ്റെ അവിടേക്കൊക്കെ എത്തിയിട്ട് അത് എന്നാണ് നമ്മളെ ലുലു മാളിൻ്റെ അവിടെയൊക്കെ ക്രോസ് ചെയ്ത് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതിൻ്റെ അടിയിൽ കൂടി പോകാൻ പേടിയാവും കേട്ടോ. വർക്ക് ചെയ്യണോ എന്തെങ്കിലും ഒരു സാധനം വീണ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കാ. നമ്മൾക്ക് അതിൻ്റെ കാര്യം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് ഞാൻ ഈ സൈറ്റിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴേ നമ്മൾ ആ പാലത്തിൻ്റെ അടിയിൽ കൂടി പോകുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു തരാം. കാരണം NH 66 നല്ല നമ്മൾ വർക്ക് കഴിഞ്ഞ സ്ഥലത്തെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഇതിനൊന്നും ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ ചേർത്തല നമ്മളെ സൈറ്റ് വരുന്നത് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ ലെഫ്റ്റിലേക്കുള്ള റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു റെയിൽവേ ക്രോസ് വരും. ആ റെയിൽവേ ക്രോസിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ സൈറ്റായി. അതിപ്പോൾ ഞാനിവിടെ ബോർഡ് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി ആർക്കെങ്കിലും ആ സൈറ്റ് ആലപ്പുഴയിലുള്ള ആൾക്കാർക്ക് പോയി കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അമ്പലത്തേക്ക് പോണ റോഡ്. അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ഈ സൈറ്റിലേക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ഓൾറെഡി നമ്മളൊരു ക്ലൈൻറ്റ് അവിടെ ചെന്ന് പോയി കാണും ചെയ്തു കേട്ടോ. വർക്ക് തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും അവൻ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അഖിൽ എന്നാണ് പേര്. ഈസിയാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് NH 66 എന്നുള്ള ഒരു റോഡ്, അതും ഫേമസ് ആയ ഒരു അമ്പലത്തേക്കുള്ള റോഡാണ്. അപ്പോൾ അങ്ങനെ ചെല്ലണ വഴിക്ക് തന്നെ അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. റെയിൽവേ ക്രോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ സൈറ്റ് ഇതേപോലെ കാണാൻ പറ്റും. ഇത് പിന്നെ അത്യാവശ്യം പള്ളികളോ അമ്പലങ്ങളോ എല്ലാം തിങ്ങി നിറഞ്ഞൊരു ഹോളി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കൃപാസനം ഒക്കെ അതിൻ്റെ അടുത്താണ്. നമ്മളെ സൈറ്റിൻ്റെ ഫ്രണ്ടിൽ കവർ ചെയ്തിരിക്കണതൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ മസ്റ്റായിട്ടും ഒരുവിധം
ഉള്ള സൈറ്റുകളിലൊക്കെ അത് ക്ലൈൻ്റാണ് കേട്ടോ ഈ കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. കാരണം ഇതിൻ്റെ ഒരു സൈറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തോമസ് ഏട്ടൻ്റെ സൈറ്റ് ഞാൻ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 75 സെൻറ്റ് സ്ഥലം, അത് മൊത്തം കവർ ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ അതിന് തന്നെ വേണം നല്ലൊരു എക്സ്പെൻസ്. അപ്പോൾ ഏതാണോ നിങ്ങളെ അടുത്ത് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ആൾക്കാർ അവരെ സൈഡ് ഞങ്ങൾ പണിക്ക് വരുമ്പോൾ നിങ്ങൾ കവർ ചെയ്തിട്ടോളുണ്ടു, അല്ലെങ്കിൽ അത് ഭാവിയിലൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയണത്. കാരണം നിങ്ങളെ അയൽപ്പക്കക്കാർ എത്ര നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. സ്വാഭാവികമായിട്ടും ഞങ്ങളവിടെ വന്ന് വർക്ക് തുടങ്ങുന്ന സമയത്ത് നിങ്ങളോടുള്ള ദേഷ്യം കൂടി അത് നമ്മളെ മേത്താണ് തീർക്കുക. അപ്പോൾ അതാത് സൈറ്റിലുള്ള ആൾക്കാർ തൊട്ടടുത്ത് വീടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആദ്യം കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ചില സൈറ്റിൽ നമ്മളെ പറഞ്ഞിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ തന്നെ പറഞ്ഞിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അത് അടുത്ത ആൾക്കാർ പ്രശ്നമായിട്ടല്ല, തൊട്ടടുത്ത് വീടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കവർ ചെയ്ത് കൊടുക്കണം. കാരണം അവരെ വീട്ടിലുമേക്ക്, അതായത് ഞാൻ പറഞ്ഞത് 1 മീറ്ററോ 2 മീറ്ററോ ഒക്കെ ഉള്ളതാട്ടോ. ഇതിപ്പോൾ ഇഷ്യൂ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു 50 മീറ്റർ അപ്പുറത്തുള്ള ആൾക്കാരും ഇഷ്യൂ ഉണ്ടാക്കും. അത് പൊടി പാറിയിട്ടോ ഇതായിട്ടൊന്നുമല്ല, ആ ഉടമസ്ഥനോട്, അതായത് ഞങ്ങൾ വീട് വെക്കുന്ന ഉടമസ്ഥനോട് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങളോട് വന്നിട്ട് മെക്കിട്ട് കയറും. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ വീട് വയ്ക്കുമ്പോഴേ ഇപ്പം നമ്മളെ ഫോളോവേഴ്സ് ഞങ്ങൾ വെക്കാൻ പോണ വീട്ടുകാർക്ക് അറിയാം. കാരണം അവർ നമ്മളെ വീഡിയോസും കാര്യങ്ങളും നമ്മളെ പ്രൊജക്റ്റൊക്കെ കണ്ടതിന് ശേഷമാണല്ലോ വീട് വെക്കണത്. പക്ഷേ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇത് വീടാണോ, ഷീറ്റ് കൊണ്ട് മറയ്ക്കുകയാണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂസ് ആവാറുണ്ട്. അതിന് മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൻ്റെ ഈ ഒരു പില്ലർ കൊടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് എല്ലാവർക്കും പ്രശ്നം. സത്യം പറഞ്ഞത് ഞങ്ങളുടെ ക്ലയൻസ് തന്നെ ഇവർക്കും ഇഷ്ടമല്ല കേട്ടോ. അതായത് ഒരൊറ്റ ഇപ്പോൾ നമ്മൾ വീട് വെച്ച് കൊടുക്കണ ഒരാൾക്കും ഈ ഒരു പൈപ്പ് ഇഷ്ടമല്ല. ഒരുപാട് ആൾക്കാർ പറയും ഈ പൈപ്പ് എന്തിനാണ് വെക്കണേ, ഈ പൈപ്പ് എന്തിനാണ് വെക്കണേ, പൈപ്പ് ഇല്ലാണ്ട് നിൽക്കില്ലേ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ പൈപ്പ് ഇല്ലാണ്ട് നിങ്ങളെ വീട് നിൽക്കും. അത് എനിക്ക് 100% ഉറപ്പാണ്. ആ വീട് ഇപ്പോൾ നമ്മൾ തന്നെ ഉള്ളിലത്തെ പല ചുമരുകൾക്കും നമ്മൾ ഈ പൈപ്പുകൾ വെക്കാറില്ല. പിന്നെ ഈ പൈപ്പിൻ്റെയൊക്കെ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും 4x4 സ്ക്വയർ പൈപ്പ് 16 ഗേജിൻ്റെ ഒരു ലെങ്ത്തിന് എത്ര റേറ്റ് ഉണ്ടെന്നുള്ളത്. പൈപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 50,000 റുപ്യ നമുക്കും കിട്ടും ലാഭമായിട്ട്. പക്ഷേ ഞാനത് എന്തിനാണ് ഒഴിവാക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടൊരു കാരണമുണ്ട്. അത് നമ്മളെ വീടിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്ത്, അതായത് നിങ്ങളിപ്പോൾ കോളം ഫുട്ടിങ് ചെയ്തിട്ട് പില്ലറിൽ വീട് ചെയ്യണേക്കാളും കൂടുതൽ ബലം നമ്മൾ ഈ ഫുള്ള് ഭിത്തിയും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പൈപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിനുണ്ട്. അതേപോലെ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു എർത്ത് ക്യൂക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലോ നമ്മളെ വീടിൻ്റെ മെയിൻ സ്ലാബ് ഒരിക്കലും പൊട്ടി വീണിട്ട് നിങ്ങൾക്കൊരു അപകടം പറ്റില്ല. വലിയൊരു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ വീടിൻ്റെ ചുമരിന് ക്രാക്ക് വരാം, വീട് ചിലപ്പോൾ ഒലിച്ചു പോയി എന്ന് വരാം, അതൊക്കെ സംഭവിക്കും. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മെയിൻ സ്ലാബ് താഴെ വീഴില്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. ആ ഗ്യാരണ്ടി തരാൻ എനിക്ക് കഴിയണത് ഈ ഒരു പൈപ്പ് ഉണ്ടാവുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് വെറുതെ ഒന്നും ഒരാൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ, ചെയ്യോ? ഇവരൊക്കെ വിചാരം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നതാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് ഇത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇത് ഈ ഒരു രീതിയിൽ ഈ വീട് ചെയ്യാൻ ഏകദേശം ഒരു 5 വർഷത്തിൻ്റെ ആലോചനയാണ് അല്ലേ? തുടങ്ങിയതിന് ശേഷം ഞാൻ അതേവരെ മെത്തേഡ് മാറ്റിയണോ? അതായത് ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. അന്ന് ഞാൻ എങ്ങനെ വീട് വെച്ച് സെയിം അതേപോലെ തന്നെ ഇന്നും വീട് വെക്കണത്. നമുക്കിപ്പോൾ ഇതിലും നന്നാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും മോശമാക്കിയിട്ടോ ഈ പൈപ്പ് മാറ്റിയിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മളൊരു മെത്തേഡ് കണ്ടുപിടിക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്ത് കിട്ടുന്ന ഒരു ഏരിയയാണ് ആ 4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ്. അതാണ് ഇവർ ഒഴിവാക്കാൻ പറയണത്. ഞാനത് ഒഴിവാക്കാൻ പറഞ്ഞ ആൾക്കാരെ ഞാൻ വർക്കാണ് ഒഴിവാക്കിയിരുന്നത്. കാരണം അത് വേണ്ടാണ്ട് ചില ആൾക്കാർ ചോദിക്കില്ല, എനിക്കവിടെ പില്ലർ ചെയ്തിട്ട് ചുമര് വെച്ചെന്നാൽ മതി. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ സാധാരണ ആൾക്കാരെയും കൊണ്ട് ചെയ്യിച്ചോ, എന്നിട്ട് നിങ്ങൾ കോൺക്രീറ്റിൻ്റെ ചുമര് വെക്കുന്ന ആൾക്കാരെ വിളിച്ച് ചുമരും വെച്ചാൽ മതി. കാരണം നമ്മളെ മെത്തേഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാടെ കൂടിയിട്ട് ഇൻക്ലൂഡഡ് ആയതാണ് നമ്മളെ മെത്തേഡ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്ക്വയർ പൈപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പൈസയ്ക്ക് ലാഭം ഉണ്ടെന്ന്. പക്ഷേ ഞാനത് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്ക് ഇപ്പോൾ ഈ 4 ഇഞ്ച് ഭിത്തിയിൽ നിങ്ങൾക്ക് 5 നില 10 നിലയൊക്കെ നമ്മൾ പറയാറില്ല. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 5 നില ചെയ്യാമെന്ന് പറയാറുണ്ട്. അത് പറയണതിൻ്റെ ധൈര്യം എനിക്കിതിൻ്റെ മുകളിലുള്ള വിശ്വാസമാണ്. അതായത് ഇതിൻ്റെ നിങ്ങളിപ്പോൾ ഒരു ആരോ വേണമെങ്കിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ കാൽക്കുലേഷൻ നോക്കിക്കോളൂ. എങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കല്ലിൽ ചുമര് വെക്കണേക്കാളും സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും നമ്മൾ ഈ ഒരു ഭിത്തിക്ക്.
അമ്മ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പുതിയ സ്ട്രെച്ചർ വെച്ചിട്ട് ചെയ്ത ചുമരാണിത്. സംഭവമൊക്കെ നല്ല സൂപ്പറായി. പക്ഷെ ഞങ്ങൾക്ക് നല്ല നഷ്ടമാണ് സംഭവിച്ചത്. കാരണം ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഈ സ്ട്രെച്ചറിൻ്റെ ഷീറ്റെല്ലാം കോയമ്പത്തൂർ പോയിട്ട് മേടിച്ചു കൊടുക്കുന്നതാണ്. ഏകദേശം 1,00,000 രൂപയുടെ ഷീറ്റ് മാത്രമുണ്ട്. പിന്നെ അതിന് വരുന്ന പൈപ്പ് പണിക്കൂലിയൊക്കെ പാടെ ഒക്കെ ഒരു 3-4 ലക്ഷം ഉറുപ്പിയുടെ എക്സ്പെൻസായി. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ആ ഷീറ്റ് നമ്മളെ ഇരുമ്പിൻ്റെ ഷീറ്റിൻ്റെ അത്ര ഒരിക്കലും ലൈഫ് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഈ ഷീറ്റിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ വളയാം. അപ്പോൾ വെയിലില്ലാണ്ട് നമുക്ക് എന്തായാലും ഈ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് സത്യം പറഞ്ഞാൽ അതൊരു ഫ്ലോപ്പാണ്. ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഫ്ലൈവുഡിൽ ചെയ്തിരുന്നു, അതും ഫ്ലോപ്പാണ്. ആകെ ഒരൊറ്റ സൊല്യൂഷൻ ഉള്ളത് ഞങ്ങൾ സ്ട്രെച്ചർ അലുമിനിയം ആക്കുക എന്നുള്ളതാണ്. നല്ല ഫിനിഷിങ് കിട്ടും. പക്ഷേ അലുമിനിയം ആക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഭാവിയിൽ നമ്മൾ അലുമിനിയത്തിൽ തന്നെ ആക്കും. അങ്ങനെ ഞങ്ങൾ ആ സൈറ്റിൽ നിന്ന് ഏകദേശം രാത്രിയിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 7 മണിയായി. ഞങ്ങളുടെ വണ്ടിയിൽ ചാർജ് നല്ല പോലെ കുറവായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വണ്ടി എടുത്ത് 20യുടെ ബിലോ ആവുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് 20യുടെ ബിലോ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് അറിയാം. പക്ഷേ ഇതിപ്പോൾ ചേർത്തലിൽ നിന്ന് നമുക്ക് 20 ആയി. ചേർത്തലിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു ചാർജിങ് സ്റ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ലുലു മാൾ പോകണം. അതെ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ, അതും ആ വൈകുന്നേര സമയത്ത് വോൾട്ടേജ് കമ്മിയാണ്. പിന്നെ കിട്ടണത് നല്ലൊരു ചാർജിങ് സ്റ്റേഷനും ആയിരിക്കണം. കാരണം 20-ൻ്റെയിലോ അല്ലെങ്കിൽ 30-ൻ്റെയിലൊക്കെ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂറൊക്കെ വരും. അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് വിശ്വസിച്ച് പോകാൻ പറ്റുന്നത് ലുലുവിലാണ്. ഈ വീഡിയോ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ചേർത്തലയിൽ 2-3 പ്രാവശ്യം പോയപ്പോൾ പഴയ വീഡിയോ എടുത്തു വെച്ചതാണ്. കാരണം ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ശരിക്കും രാത്രിയാണ്. ഇത് പഴയ വീഡിയോ ഇപ്പം അതിൽ അപ്ലോഡ് ചെയ്തത്. നേരത്തെ അമ്മ പറഞ്ഞല്ലോ ഇതിൻ്റെ അടിയിൽ കൂടി പോകാൻ പേടിയാണെന്നുള്ളത്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു ഫേസ്ബുക്കിൽ റീല് കണ്ടായിരുന്നു. ഇതിൻ്റെ വർക്ക് ഇതേപോലെ വർക്ക് ചെയ്യണില്ലേ. ഇപ്പോൾ ഈ മുകളിൽ ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അടിയിൽ കൂടി പോണത്. അത് മുകളിൽ എങ്ങനത്തെ വർക്കൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട് വർക്കിൻ്റെ പെർമിറ്റ് എടുക്കേണ്ട പണികളൊക്കെയാണ് നമ്മളെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ ഈ ഗ്ലാഡർ ഗ്യാസ് കട്ടിങ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ കൂടി പോയി അത് തീക്കട്ട ഇങ്ങനെ താഴത്തേക്ക് വിടുക. സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സേഫ്റ്റി. ഇപ്പോൾ ഞങ്ങളൊരു സൈറ്റിൽ വന്നിട്ട് ഒരാൾ മിരട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മറ്റേ ബിൽഡിംഗ് പെർമിറ്റിന് സേഫ്റ്റി റൂൾസ് ഇല്ല. അതായത് ഒരു പൊടിയുടെ പ്രശ്നത്തിനാട്ടോ. അതെത്ര 50 മീറ്റർ അപ്പുറത്തുള്ള വീട്ടുകാരനാണ് വന്ന് പറഞ്ഞത്. ഞാൻ പറയുകയും ചെയ്തു, ബ്രദർ ഈ നാട്ടിലല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ നാട്ടിലത്തെ റോഡിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടി പോയിട്ട് ജീവൻ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അത്രയും ഹെവി കൺസ്ട്രക്ഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ എലിവേറ്റർ ഹൈറ്റിയുടെ ഇത് കണ്ടോ, ഒറ്റ പില്ലറേ ഉള്ളൂ. ഒറ്റ പില്ലറിൻ്റെ മുകളിൽ എത്ര ലൈനിൻ്റെ റോഡാണെന്നറിയാം എനിക്ക്. മുകളിൽ 6 വരിപ്പാതയാണ് ഈ പോയോണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ഒറ്റ കോൺക്രീറ്റ് പില്ലറുമ്പിലാണ് ഈ 6 വരിപ്പാത പോയോണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 13 കിലോമീറ്ററാണ് അല്ലേ. നമ്മൾ ചേർത്തലിൽ നിന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ വർക്ക് ഏകദേശം ഇത്രയും കുമ്പളം ടോൾ പ്ലാസേൻ്റെ തൊട്ട് മുന്നേ വരെ ഇത് എത്തിയിട്ടുണ്ട്. ചേർത്തലിൽ നിന്ന് കുറച്ചുകൊണ്ട് പോകുന്നത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ഇത് സിംഗിൾ പില്ലറിലാണ് ഈ 6 വരിപ്പാത പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് എത്രയെന്നുള്ളത് ഈ ഒരു ലോജിക്ക് വെച്ചാൽ തന്നെ നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മനസ്സിലായിക്കോളൂ അല്ലേ. ഇപ്പോൾ ഈ ഒരു പില്ലർ തിക്നെസ്സും ഈ 6 വരിപ്പാതേൻ്റെ ലോറികളൊക്കെ ഏതിനെ പോകേണ്ടതെന്ന് അറിയാമോ നമുക്ക്? ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതായത് കാൻലിവറിൻ്റെ മുകളിൽ നിൽക്കണ ഈ ഏറ്റവും അവസാനത്തെ ലൈനിൽ കൂടെയാണ് അവർ ശരിക്കും ലോറികൾ അതിനല്ല പോവുക, അവർ ഫസ്റ്റ് ട്രാക്ക് കൂടിയാണ് പോവുക. പക്ഷേ നിയമപ്രകാരം ഇതിൻ്റെ സ്ട്രക്ചർ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടി പോകാനാണ്. അതായത് ഈ പില്ലറുമൊന്നും ഔട്ടായിട്ടാണ് കാൻലിവറുമ്പിലാണ് ആ ഒരു വരി നിൽക്കുന്നത്. അതും കൂടി പോകണം. വണ്ടിയുടെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കാനും കൂടിയും പറ്റില്ല. നമ്മളെ റോഡിൽ കാണുന്ന വലിയ ഗ്യാസിന്റെ ടാങ്കർ അതേപോലെ വലിയ വലിയ ലോറികളൊക്കെ അതിലൂടെ അല്ലേ പോവാ. ഈ കണ്ടെയ്നർ ലോറി അതേപോലെ ഹെവി കമ്പികളൊക്കെ കയറ്റിയിട്ട് വരുന്ന ലോഡില്ലേ, ഈ ലോഡൊക്കെ ഈ ഹൈവേൻ്റെ ഈ ലാസ്റ്റ് നിൽക്കണ ഈ 2 ഗ്ലാഡറിൻ്റെ മുകളിൽ കൂടിയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളോട് ചോദിക്കാറില്ല 4 ഇഞ്ച് ചുമരിലുമ്പോൾ നിൽക്കുമെന്ന്. ഈ പില്ലർ ഇപ്പോൾ എന്താ കഴിഞ്ഞാൽ 6 വരിപ്പാതേൻ്റെ വീതി ഇല്ലല്ലോ. അപ്പോൾ കോൺക്രീറ്റിൻ്റേതായ കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഭിത്തി 4 ഇഞ്ച് മതി എന്ന് ഞാൻ പറയുന്നത്.